നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശതകോടീശ്വരന്മാർ വാതുവയ്ക്കുന്നതും BJPയുടെ തട്ടകത്തിൽ. തിരഞ്ഞെടുപ്പിൽ രഹസ്യമായി നടക്കുന്ന വാതുവയ്പിൽ BJP ജയിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് കോടികൾ പന്തയം വയ്ക്കുന്നവർ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ എന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണെങ്കിലും ഇത് രഹസ്യമായി നടക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. BJP ജയിക്കുമെന്ന് അനുകൂലമായി പന്തയം വയ്ക്കാൻ കോടീശ്വരന്മാർ മത്സരിക്കുകയാണ്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം പന്തയം പിടിക്കാൻ ആളില്ല എന്നതാണ്. കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം മുട്ടിക്കാൻ ആരും വരുന്നില്ല. ഹിന്ദി മേഖലകളിൽ ശതകോടീശ്വരന്മാർ കോടിക്കണക്കിന് രൂപയുമായി കോൺഗ്രസ് ജയിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരെ കാത്തിരിക്കുന്നു. കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം പിടിക്കാൻ ആരും വരാത്തതിനാൽ കോടികളുടെ ചൂതാട്ടവും വാതുവയ്പും ഉഷാറാകുന്നില്ല. ശതകോടീശ്വരന്മാർ മുതൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങുന്ന സാധാരണക്കാർ വരെ എത്തുന്ന കേന്ദ്രമുണ്ട്. മധ്യപ്രദേശിൽ ഇത്തരക്കാരുടെ കേന്ദ്രങ്ങളിൽ ട്രെൻഡ് BJPക്ക് അനുകൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ. BJP ജയിക്കുമെന്നാണ് മിക്ക വാതുവയ്പ്പുകാരും വിശ്വസിക്കുന്നത്. കോൺഗ്രസിന് ഭരണം കിട്ടില്ലെന്നാണ് വാതുവയ്പ് കേന്ദ്രങ്ങളിലെ പൊതുവികാരമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാതുവയ്പ് നടത്തുന്നവർക്ക് ഓരോ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യമാണ് അവർ നിരീക്ഷിക്കുക എന്നതാണ് പ്രവചനം വിശ്വസിക്കുന്നതിന് തടസ്സം. വരും ദിവസങ്ങളിൽ ട്രെൻഡ് മാറിയേക്കാമെന്നും വാതുവയ്പ് കേന്ദ്രങ്ങളിലുള്ളവർ പറയുന്നു. മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും BJPക്ക് 249 സീറ്റ് വരെ കിട്ടുമെന്നുമാണ് പ്രവചനങ്ങൾ. കോൺഗ്രസിന് 78 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നും വാതുവയ്പ് കേന്ദ്രങ്ങളിലെ സംസാരമുണ്ട്. മധ്യപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വാതുവയ്പ് കേന്ദ്രത്തിലെ പ്രവചനം ശരിയായിരുന്നു. എല്ലാ പ്രവചനവും മോദി തന്നെ ഭരണത്തിൽ തിരിച്ചെത്തും എന്നാണ്. കോൺഗ്രസ് ആകട്ടെ സമീപത്ത് പോലുമില്ല. അത്ര ഏകപക്ഷീയമായ ജയത്തിലേക്ക് BJP നീങ്ങുമ്പോൾ കോൺഗ്രസ് മുന്നണിക്ക് ആകെ പ്രവചിക്കപ്പെടുന്നത് 135 മുതൽ 150 വരെയാണ്. എന്നാൽ പ്രവചനമെല്ലാം പണം കൊടുത്തുണ്ടാക്കുന്നതാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടെണ്ണുമ്പോൾ മോദി താഴെ വീഴും എന്നും പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ശരിയായ പശ്ചാത്തലത്തിലാണ് മധ്യപ്രദേശിലെ വാതുവയ്പ് കേന്ദ്രങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ BJPയും കോൺഗ്രസും ഒരുപോലെ പ്രതീക്ഷ വച്ച് പുലർത്തവെയാണ് മറിച്ചുള്ള പ്രവചനങ്ങളിൽ പ്രതീക്ഷിച്ച് വാതുവയ്പ് നടക്കുന്നത്. കോൺഗ്രസിനേക്കാൾ 3 ഇരട്ടി സീറ്റുകൾ BJPക്ക് കിട്ടുമെന്നാണ് വാതുവയ്പ്പുകാർ പറയുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. വാതുവയ്പ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഭോപ്പാലിൽ ഓരോ ദിവസവും 3 കേസുകൾ വരെ ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രാജ്യം ഭരിക്കുന്നത് മാത്രമല്ല, മണ്ഡലങ്ങളിലെ വിജയം ആർക്കെന്ന വിഷയത്തിലും വാതുവയ്പ് നടക്കുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും കോടികളുടെ വാതുവയ്പ്പാണ് നടക്കുന്നത്. നേരിട്ട് സംഘടിച്ചെത്തിയല്ല വാതുവയ്പ്. ചിലർ ഫോണിലാകാം, മറ്റു ചിലർ വെബ്സൈറ്റുകളിലും വാതുവയ്പ്പുകൾ നടത്തുന്നു. വാതുവയ്പ് നടത്തിയാൽ പോലീസ് പിടിക്കുമെന്നും എല്ലാവരും അറിയുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.